ലൈംഗികാരോപണ കേസിൽ നടൻ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ. പൊന്നാനിയിലേക്ക് സിദ്ദിഖിന്റെ കാർ കൊണ്ടുപോയ സുഹൃത്തുക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത്. GPS വിച്ഛേദിച്ച നിലയിൽ കാർ കണ്ടെത്തുകയായിരുന്നു. പുലർച്ചെയോടെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ പോലീസ് പറഞ്ഞത്. സൈഫിനിസ് അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫിനിസ്, ഇപ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണോ? ഇപ്പോൾ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിലാണ് എന്ന കാര്യം സ്ഥിരീകരിക്കാനാവുന്നോ? സ്മൃതി, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും കസ്റ്റഡിയിലെടുത്തൊന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇവർ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ചോദ്യം ചെയ്തു എന്ന് പറയുന്ന ആ സമയത്തിന് ശേഷം പിന്നീട് ഇവരെക്കുറിച്ച് വിവരങ്ങളില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് രാവിലെ 5:30 എറണാകുളം വൈറ്റിലേക്ക് സമീപം തൈക്കൂടത്ത് നിന്ന് ഈ മലപ്പുറം സ്വദേശിയായ നദീർ എന്ന് പറയുന്ന ആളെയും എറണാകുളം സ്വദേശിയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കസ്റ്റഡിയിലിരിക്കെ ഇവർ ഫോണിൽ സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ മലപ്പുറം സ്വദേശിയായ നദീറാണ് വിളിച്ചത്. അത് ഒരു മണിക്കൂർ മുൻപെയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് ഈ വിളിച്ചത് എന്നാണ് കുടുംബം അനുമാനിക്കുന്നത്. പറഞ്ഞത് സിദ്ദീഖ് എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ തനിക്കെതിരെ കള്ളക്കേസ് എടുക്കും എന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് നദീർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതല്ലാതെ ഈ നദീറുമായോ അതല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലുള്ള എറണാകുളം സ്വദേശിയുമായോ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്തായാലും ഈ എറണാകുളം സ്വദേശിയുടെ ബന്ധു ഇപ്പോൾ നിലവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ലോക്കൽ പോലീസിനും ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്നാണ് കുടുംബം പറയുന്നത്. നിലവിൽ ഇവരെക്കുറിച്ച് വിവരങ്ങളില്ല. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത് ഈ രണ്ടുപേരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നതല്ലാതെ മറ്റു കാര്യങ്ങൾ ഇല്ല എന്നാണ്. ഈ രണ്ടുപേരിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞ പ്രധാനമായും സിദ്ദീഖിന്റെ കാറ് പൊന്നാനി വരെ യാത്ര ചെയ്തത് എങ്ങനെ എന്നുള്ളതായിരുന്നു. അതായത് പൊന്നാനി വരെ ഈ കാറ് വെളിയംകുളം വരെ യാത്ര ചെയ്യുകയും അതിനുശേഷം GPS വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കാർ കണ്ടെത്തുന്നത് ആലുവയിലെ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്നാണ്. ഇത് സ്പെഷ്യൽ ബ്രാഞ്ചാണ് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ കണ്ടെത്തിയ കാറിൽ അന്ന് സഞ്ചരിച്ചിരുന്നത് ഈ ഷഹീൻ സിദ്ദീഖിന്റെ സുഹൃത്തുക്കളായ ഈ രണ്ടുപേരുമാണ് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുടുംബം പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഇവരെ യാതൊരു അറിവുമില്ല. ഒരു തവണ ഷഹീൻ സിദ്ദീഖിന്റെ ഫോണിലേക്ക് ഈ നദീർ വിളിച്ചതൊഴിച്ചാൽ നദീറുമായി പിന്നീട് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം നദീറിനെ കസ്റ്റഡിയിൽ വെച്ച് സിദ്ദീഖുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ എന്നറിയാൻ ഷഹീൻ സിദ്ദീഖിനെ വിളിപ്പിച്ചതായിരിക്കുമെന്നാണ് ഈ കുടുംബം സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതിയാണ്, ഇവരെ കാണാനില്ല എന്ന പരാതിയാണ് ഈ കുടുംബം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. ലോക്കൽ പോലീസിനും ഉടനെ തന്നെ ഇവർ പരാതി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടുപേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിദ്ദീഖിലേക്ക് അന്വേഷണ സംഘം അടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നിലവിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി, സൈഫിനിസ്, ഇപ്പോൾ സിദ്ദിഖിനായുള്ള അന്വേഷണം എവിടെ എത്തി നിൽക്കുകയാണ്? സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന് SIT പറയുന്നു. കൊച്ചിയിലാണെങ്കിൽ എന്താണ് പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റാത്തത്? സ്മൃതി, കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതായത് ഈ കാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എറണാകുളം ജില്ല വിട്ട് ഇക്കാര്യത്തിൽ അന്വേഷിക്കാനായി സാധിച്ചിട്ടുള്ളൂ. അതല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ജില്ല വിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായതില്ല. ഇപ്പോൾ കാറ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും കാറിന്റെ GPS വിച്ഛേദിച്ചത് ഈ സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളാണ് എന്നൊരു നിരീക്ഷണത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് സിദ്ദീഖ് എറണാകുളം ജില്ല വിട്ടു പോയതായി അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. ഒരു CCTV ദൃശ്യങ്ങളിലും ഇതില്ല. ഫോൺ ഓഫ് ആയിരിക്കുന്നത് കൊച്ചി നഗരത്തിൽ വെച്ച് തന്നെയാണ് എന്നും ഇപ്പോൾ സൈബർ വിഭാഗം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സിദ്ദീഖിന്റെ നാടാണ് എറണാകുളം. സിദ്ദീഖിന് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ള സ്ഥലമാണ്. എവിടെ വേണമെങ്കിലും ഇവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. നമുക്കറിയാം, പല പ്രധാനപ്പെട്ട ഫ്ളാറ്റുകളിൽ പോലും ഫ്ളാറ്റിൽ അകത്ത് താമസിക്കുന്ന ആൾ എഴുതി അതല്ലെങ്കിൽ അവർ നിർദ്ദേശം കൊടുത്താൽ മാത്രമാണ് പോലീസിനാണെങ്കിൽ പോലും ഇതിനകത്ത് കയറി ഒരു അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഫ്ളാറ്റുകളുമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സിദ്ദീഖ് മറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് കൊച്ചി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുന്നത്. കൊച്ചിയിൽ തന്നെ സിദ്ദീഖ് ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അത് ബന്ധുക്കളുടെ വീട്ടിലാകാം, ബന്ധുക്കളുടെ വാഹനത്തിലാകാം സിദ്ദീഖ് സഞ്ചരിക്കുന്നത് എന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. നാളെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. സിദ്ദീഖിന്റെ വീടുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചെയ്യലോ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ലേ?
തീർച്ചയായും സ്മൃതി, ഈ കേസ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പലതവണ അന്വേഷണ സംഘം എത്തിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ പോലും അന്വേഷണ സംഘം ആലുവയിൽ സിദ്ദീഖിന്റെ വീട്ടിലെത്തി ഈ കാറ് കണ്ടെത്തുകയും ഈ കാറ് എപ്പോഴാണ് സഞ്ചരിച്ചതെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിദ്ദീഖിന്റെ മകനിൽ നിന്നും പലതവണ അന്വേഷണ സംഘം വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴിയെടുക്കലും അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നതെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ അന്ന് പുലർച്ചെ സിദ്ദീഖ് ഒളിവിൽ പോയി എന്നാണ് നമ്മൾ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. അന്ന് പുലർച്ചെ 4 മണിക്ക് മുൻപ് തന്നെ ഈ പടമുകളിലെ വീട്ടിൽ നിന്ന് സിദ്ദീഖ് കാറിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഈ കാറ് കേന്ദ്രീകരിച്ചും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചും എല്ലാം തന്നെ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ തന്നെ സിദ്ദീഖ് ഉണ്ട് എന്ന നിഗമനത്തിലാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് സിദ്ദീഖിന്റെ മകന്റെ 2 സുഹൃത്തുക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ കസ്റ്റഡിയിലിരിക്കുന്ന യുവാക്കളുടെ ഈ മലപ്പുറം സ്വദേശി നദീറിന്റെയും എറണാകുളം സ്വദേശിയുടെയും ബന്ധുക്കൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഇത് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് അന്വേഷണങ്ങളെല്ലാം തന്നെ സിദ്ദീഖിനായിട്ടുള്ളത് നടക്കുകയും ചെയ്യുകയാണ്. നമ്മളിപ്പോൾ സിദ്ദീഖിന്റെ മകനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിദ്ദീഖിന്റെ മകൻ ഈ വിഷയവുമായി കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും എന്നാണ് അറിയാനും സാധിക്കുന്നത്. സ്മൃതി, ശരി. സൈഫുദ്ദീൻ സാലിയാറാണ് വിവരങ്ങൾ നൽകിയത്.